നമസ്കാരം. സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന സൂചന. 3 മണി കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 0.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. മലപ്പുറം, കോഴിക്കോട്, വയനാട് മേഖലകളിൽ മിതമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി മേഘാവൃതാവസ്ഥ ശക്തമാവുകയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയാണ് ലഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം മേഘാവൃതാവസ്ഥ ശക്തമായി. പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ചിതറിച്ച മഴയാണ് പെയ്തത്. മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലുമാണ് മഴ കൂടുതലായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വൈകുന്നേരത്തോടെ മിതമായ മഴ ലഭിച്ചു. ചില ഭാഗങ്ങളിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിച്ചതിനെ തുടർന്ന് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചൂട് കുറഞ്ഞതിനാൽ ഇന്നത്തെ താപനില സാധാരണ നിലയിൽ നിന്ന് കുറവായിരുന്നു. ഇടിമിന്നൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. തുറസായ ഇടങ്ങളിൽ നിൽക്കാതെ ഇരിക്കുക, ഉയർന്ന മരങ്ങൾക്കടുത്ത് അഭയം പ്രാപിക്കാതിരിക്കുക, വൈദ്യുതി ഉപകരണങ്ങൾ സൂക്ഷ്മമായി ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമായ അന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ ചക്രവാത ചുഴിയായി മാറി. നിലവിൽ ഈ സിസ്റ്റം തെക്ക് കിഴക്കൻ ബംഗാൾ കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുകയാണ്. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ നൽകിയ തെക്കു കിഴക്കൻ അറബിക്കടലിലെ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദ പാത്തിയും ദുർബലമായി. കഴിഞ്ഞ ദിവസം കരകയറിയ ഈർപ്പവും അന്തരീക്ഷത്തിലെ താഴ്ന്ന ഉയരത്തിൽ ഇനിയും തുടരുവാൻ സാധ്യതയുള്ള അഭിസരണവും ഇത് കാരണം ഒറ്റപ്പെട്ട മഴ ഞായറാഴ്ച വരെ തുടരും. പിന്നീട് കേരളത്തിൽ 2 ആഴ്ചയോളം വരണ്ട കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കേണ്ടത്. കേരളത്തിൽ ഇതുവരെ മഴ ലഭിക്കാതിരുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും കഴിഞ്ഞ ദിവസം ശക്തമായ അല്ലെങ്കിലും മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും മഴയ്ക്കൊപ്പം മിന്നലും ശക്തമായ കാറ്റുമുണ്ടായി. മണിക്കൂറിൽ 52 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റാണ് രേഖപ്പെടുത്തിയത്. ഇന്നും കേരളത്തിൽ പലയിടങ്ങളിലും മഴ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് കൂടുതൽ മഴ സാധ്യത. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഴ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട കിഴക്കൻ മലയോര മേഖലകളിലും മഴ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇന്നും ഇടിമിന്നൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കുക. തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായി കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്.